എന്റെ പൊന്നോ ഒരു കണക്കിന് പണികൾ കഴിച്ചുട്ടാ. ഇനി പാതിര കുർബാനയ്ക്ക് പോവാനുള്ളത് കണ്ട നൈറ്റായി. അപ്പൊ പാതിര കുർബാനയ്ക്ക് പോവാനുള്ള ഏത് ഡ്രസ്സാന്ന് പറയണ. സാരി അയൺ ചെയ്യണം. സാരി എടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ചുരിദാറിലേക്ക് മാറൂട്ടാ. അപ്പൊ കൊറേ നാളായി സാരി ഉടുത്തിട്ട്. ആമിക്കുട്ടിയുടെ മാമുദീസക്ക് ഉടുത്തണതാ, പിന്നെ ഉടുത്തിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ഒരു സുഖമില്ലായ്മ തോന്നിയ ചുരിദാറിലേക്ക് മാറും. അപ്പൊ എന്റെ പൊന്നോ നടൊടിഞ്ഞു. വട്ടപ്പം ഉണ്ടാക്കിയത് കണ്ടില്ലേ? വട്ടപ്പത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടാ. അപ്പൊ പിന്നെ മീൻകറി സെറ്റ് കാണിച്ചാമോ? മീൻകറി സെറ്റ്, ചിക്കൻ 65 സെറ്റായിട്ടുണ്ട്. പിന്നെ ചിക്കൻ റോസ്റ്റ് സെറ്റായിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും സലാഡുകളൊക്കെ നാളെ ചെയ്യുള്ളൂ കേട്ടാ. പിന്നെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറില്. ബീഫ് അരിഞ്ഞത് ഞാൻ അമ്മൂസ് കേട്ടാ. പിന്നെ എന്താ പറയുന്ന അപ്പൊ ബീഫ് ഞാൻ ഇന്നൊന്നും ചെയ്യണില്ല. ബീഫ് നാളെ വരട്ടണുള്ളൂ. അപ്പൊ അങ്ങനെ ഒരുവിധം പണികൾ ഒതുക്കി കിച്ചണൊക്കെ അലങ്കോലായിരുന്നു. ഒരു സാധനം വെക്കാൻ സ്ഥലം ഉണ്ടായില്ല. ഇതൊക്കെ ഇപ്പൊ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ആമിക്കുട്ടീനെ ഉറക്കി. ആമിക്കുട്ടി എണീറ്റിട്ട് മേല് കഴിക്കുന്നത്. രാവിലെ തലയൊക്കെ കുളിച്ച് സെറ്റായി നിൽക്കുന്നതാ. മേല് കഴുകുക, ഫുഡൊക്കെ കഴിക്കുക, പിന്നെ പാതിര കുർബാനയ്ക്ക് പള്ളിയിൽ പോവാ. അപ്പോൾ ഇനിയിപ്പോൾ എന്നിട്ടാ ഇനിയിപ്പോൾ അയൺ ചെയ്യണം കേട്ടോ. ഡ്രസ്സൊക്കെ അയൺ ചെയ്യണം. അങ്ങനെ വയ്യാണ്ടായി ശരിക്കും. അപ്പൊ ഇനി വയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി റെസ്റ്റ് എടുക്കാനും ഉറങ്ങാനും ഒന്നും നമുക്ക് ടൈമില്ല. നമുക്ക് ഇനി പള്ളിയിൽ പോകണം. അപ്പൊ ക്രിസ്മസിന്റെ ജഗപ്പൊക്കെ മേളാണ് കേട്ടാ. ഇത് കഴിഞ്ഞ ഇവിടുന്ന് അങ്ങോട്ട് സീസണാ. പിന്നെ ഓരോ ഫംഗ്ഷനുകളാ. പിന്നെ അടിപൊളിയായിരിക്കും. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളൊക്കെ ഭയങ്കര തിരക്കാണ്. നമുക്ക് ഒന്നിനും സമയം അല്ലെങ്കിൽ സാധാരണ ദിവസം നമുക്ക് സമയമില്ല. ഇപ്പൊ ഇങ്ങനെ വിശേഷങ്ങളോട് കൂടി വരുമ്പോഴേ ഒന്നിനും സമയമില്ല. അങ്ങനെ വയ്യാണ്ടായി. അമ്മേ കിടന്നാ മതി. എടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് പള്ളിയിൽ പുൽക്കൂട് കാണണം, ലേക്സ് കാണണം. ഇപ്പൊ ബദ്ലഹം ബീച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കട്ടാ. ടൈമില്ല. ചോദിച്ചാണെങ്കിൽ ഭയങ്കര തിരക്ക്. കടയിൽ നിന്ന് വന്നിട്ടില്ല. അപ്പൊ അത് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോവാൻ നിന്നതാണ് കേട്ടാ. പക്ഷെ ചേട്ടല്ലാണ്ട് പോവാൻ സുഖമില്ല. എന്നെ പിള്ളേഴ്സിനോട് തന്നെ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് പപ്പയും മമ്മിയും വേണമെന്ന് പറഞ്ഞിട്ട് അവരും പോയില്ല. അപ്പൊ അങ്ങനെ പിന്നെ നമ്മുടെ അമ്മൂസ് തുന്നല് നന്നലടി അമ്മൂന് പറയാ. പിന്നെ എന്താ പറയാ, ക്രോഷറ്റോ അങ്ങനെ എന്തോ ആണ്. അവൾ അടിപൊളിയായിട്ട് അവൾക്ക് ഡ്രസ്സ് ഇങ്ങനെ കൈ കൊണ്ട് തുന്നിയിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ ആമിക്കുട്ടിക്കുള്ള ഡ്രസ്സ് തുന്നിക്കൊണ്ടിരിക്കുക. എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല. അത് എടുത്തിട്ടില്ല. ഞാൻ കാണിച്ചു തരാം അവൾ തുന്നുന്നത്. അവളുടെ ഡ്രസ്സ് ഇട്ടിട്ട് സൂപ്പറായിട്ട് കേട്ടാ. നല്ല ഭംഗിയുണ്ട്. എനിക്കിഷ്ടായില്ല. അയ്യോ നടത്തിയില്ല. ഉറങ്ങിയ കൊള്ളാന്നൊക്കെ ഉണ്ട്. പക്ഷെ നടക്കില്ലല്ലോ. പള്ളിയിൽ പോകണം. എനിക്കാണെങ്കിൽ പാതിര കുർബാനയ്ക്ക് പോകാൻ ഭയങ്കര ഇഷ്ടാട്ടാ. എനിക്ക് ചെറുതിലെ തൊട്ട് ഭയങ്കര ഇഷ്ടമാണ് പാതിര കുർബാനയ്ക്ക് പോകാനായിട്ട്. ലൈറ്റ്സും പുൽക്കൂടും ഒക്കെ കാണാനേ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും പോവും. എനിക്കിങ്ങനെ ആഘോഷങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പെരുന്നാള്, ക്രിസ്മസ്, ഓണം, അങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. പൂരം ഇത് കഴിയുമ്പോൾ ജനുവരി 14-13 ആ ഒരു ടൈമിൽ നമ്മുടെ വരാക്കര അമ്പലത്തിൽ പൂരമുണ്ട്. ആ പൂരം ഭയങ്കര ഇഷ്ടമാണ്. ചെറുതിലേ തൊട്ട് ഇങ്ങനെ കണ്ടിട്ടേ ഭയങ്കര ഇഷ്ടമാണ് പൂരം. ഞങ്ങളുടെ അപ്പച്ചന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൾക്കില്ല. പൂരത്തിന്റെ അന്ന് രാവിലെ തന്നെ പോകും പൂരം പറമ്പിലേക്ക്. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മുടെ ക്രിസ്മസ് പറഞ്ഞത് പൂരത്തിൽ വന്ന് നിൽക്കണു. അപ്പൊ നമുക്ക് ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനി വരാട്ടോ. അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് കിടക്കണമെങ്കിൽ ഇനി കുറച്ചും കൂടി പണികളുണ്ട് ഇവിടെ. അപ്പൊ അതൊക്കെ ഞാൻ വേഗം കഴിച്ചിട്ട് കണ്ട. ഈ വശം എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടെ കലങ്കോല. ഇതിനൊക്കെ പറക്കി മാറ്റി വെക്കണം. അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടാ. അപ്പൊ ഞാനിപ്പോ മൂടി വയ്ക്കുന്നില്ല. നല്ല ചൂടുണ്ട്. അപ്പൊ കൊട്ടിട്ടിട്ട് ആവി പോയി കഴിയുമ്പോ മൂടിക്ക്. വാടമാനെ ചിക്കൻ കൂട്ടാ. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ് വന്നിട്ട് വേണമല്ലോ അമ്മ നമുക്ക് നോമ്പ്
മുറിക്കാൻ നോമ്പ് വീട്ട് ഞങ്ങൾ വേറെ ചിക്കൻ റോസ്റ്റ് ഇനിയപ്പോൾ ഇവിടെയും കൂടി നല്ല പോലെ അലങ്കോലാവും എണ്ണയൊക്കെ പൊട്ടിത്തെറിച്ചിട്ടേ ഇതൊക്കെ നീ ക്ലീൻ ചെയ്തിട്ട് വേണം അയൺ ചെയ്യാൻ ഓടാൻ. അപ്പം ശരി കേട്ടോ. നമ്മൾ കുറേ നാളായിട്ടാണ് പച്ചരി കുതിർത്തി എടുത്ത് അരച്ച് അങ്ങനെ വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് കുറേ നാളായി. അപ്പോൾ ഈ ക്രിസ്മസിന് എന്തായാലും പച്ചരി കുതിർത്തിയിട്ട് വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സംഭവം ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് അരിപ്പൊടി ചേർത്ത് പെട്ടെന്ന് നാളികേരപ്പാലൊക്കെ ചേർത്ത് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ എനിക്കിങ്ങനെ പച്ചരി കുതിർത്തി അതിൻ്റെ പ്രോസസ്സൊന്നും കറക്റ്റ് അറിയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മുടെ അമ്മമാരതിൽ എക്സ്പെർട്ടാണ് രണ്ടുപേരും. അപ്പോൾ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പച്ചരി കുതിർത്തിയിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ക്രിസ്മസിന് അങ്ങനെ സ്പെഷ്യൽ വട്ടയപ്പായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ആ ഒരു ടെക്സ്ചറിൽ ഇങ്ങനെ നിറച്ച് ബബിൾസൊക്കെ ആയിട്ട് അതുപോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ കണ്ട അപ്പോൾ അതിൻ്റെ എയർ ബബിൾസൊക്കെ ഇങ്ങനെ പൊട്ടിക്കാണ്ട് ഇങ്ങനെ മേലെ നിന്ന് പതുക്കാൻ എടുത്ത് കോരി ഒഴിച്ച് പിന്നെ പച്ചരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ നമ്മൾ അരിപ്പൊടി ചേർത്ത് ഉണ്ടാക്കണ പോലെയല്ല, ഭയങ്കര കളറായിരിക്കും, നല്ല വൈറ്റ് കളറായിരിക്കും കേട്ടോ നമ്മുടെ വട്ടയപ്പം. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതേ കണ്ട അത് ബാറ്റർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു എന്താ പറയുക അത് ഇതിങ്ങനെ കുക്കായി വന്നപ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ വട്ടയപ്പം. അപ്പോൾ ഈ പ്രാവശ്യം ക്രിസ്മസിന് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വട്ടയപ്പം ഉണ്ടാക്കിയത്. പച്ചരിയൊക്കെ കുതിർത്തിയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ കുറേ നാളായി ഇങ്ങനെ വിചാരിക്കണം പച്ചരി കൊണ്ട് ഉണ്ടാക്കണം, പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കണം എന്ന്. ഈ ഇൻസ്റ്റൻറ്റിൻ്റെ പരിപാടികളാണ്, നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് ഇങ്ങനെയാണ് ഇട്ടുണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പായിരുന്നു ഇത്. ഇങ്ങോട്ട് നോക്കി എന്തിട്ടാ അങ്ങനെ നമ്മൾ കണ്ട പോലെ തന്നെ കിച്ചണിലെ പണികളൊക്കെ ഒതുക്കി എല്ലാവരും ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് പിന്നത്തെ നമ്മൾ പാതിര കുർബാനയ്ക്കായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ആമിക്കുട്ടീനെ സാന്തയുടെ ഡ്രസ്സൊക്കെ ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂട്, നമ്മൾ നേരത്തെ വ്ളോഗിലൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾ പോണതിൽ മുന്നേ ഉണ്ണീനെയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വരുമ്പോഴേക്കും പിന്നെ ടൈം വൈകുമല്ലോ. അപ്പോൾ നമ്മുടെ അമ്മൂസ് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ ഉണ്ണി നേരത്തെ പിറന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലൈറ്റ്സും അറേഞ്ച്മെൻറ്റ്സും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അത് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി പാതിര കുർബാനയ്ക്ക് പള്ളിയിലേക്ക് പോകാൻ കേട്ടോ. അപ്പം അമ്മേനെ നേരത്തെ തന്നെ ചോദിച്ചേട്ടൻ കൊണ്ടുവന്നാക്കിയെന്ന് വെച്ചാൽ ഞങ്ങൾ പോകുമ്പോഴേക്കും സീറ്റുകളൊക്കെ ഫുള്ളാവും. അമ്മയ്ക്കാണ് നിലത്തൊന്നും അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അമ്മയ്ക്ക് ചെയറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ കൊണ്ടുവന്നാക്കിയില്ല. ഇത് എവിടെ ഇത് കുർബാന എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ എടുത്തില്ലേ? ഉണ്ണി വാതിൽ ഓർക്കണ്. ആ പപ്പ വണ്ടി പോണു ഇവിടെ ഫോട്ടോ എടുക്കട്ടെ. ആമി ആമി വാ ഫോട്ടോ. പപ്പ വന്നേ ഫോട്ടോ എടുക്കാൻ ചോദിക്കണമെങ്കിൽ
നമ്മുടെ പുതുക്കാട് പള്ളിയിലെ പുൽക്കൂടും വലിയ നക്ഷത്രവും ലൈറ്റ്സും പിന്നെ ഉണ്ണീശ്വരനെ ഇങ്ങനെ കൊണ്ടുപോകണ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പാതിരി കുർബാനയൊക്കെ കഴിഞ്ഞ് വന്ന് എണീറ്റിപ്പോൾ ഒരു 9 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞാനും അമ്മയും മാത്രമേ ഫസ്റ്റ് എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. ചേട്ടനും മക്കൾസൊന്നും എണീറ്റിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബീഫ് വേവിച്ച് വെച്ചായിരുന്നല്ലോ ഉള്ളൂ. അപ്പോൾ അതെടുത്ത് വേഗം വരട്ടി വെച്ചു. പിന്നെ സലാഡിനുള്ളത് അച്ചൂസാണ് കേട്ടോ. സലാഡൊക്കെ അച്ചൂസാണ് ഉണ്ടാക്കിയത്. പിന്നെ കുക്കുംബറും ക്യാരറ്റും സവാളയൊക്കെ ഇട്ടിട്ട് അവനൊരു സലാഡൊക്കെ ഉണ്ടാക്കിയിട്ട് കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. തലേദിവസം എനിക്ക് സമയം കിട്ടിയായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് കേക്ക് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ഐസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ അമ്മൂസ് ചെയ്യുമല്ലോ. അപ്പോൾ ആ പരിപാടി കേക്കിൻ്റെ പരിപാടി നോക്കാൻ കേട്ടോ വേഗം. അപ്പോൾ ക്രീമൊക്കെ ഞാൻ വിപ്പിംഗ് ക്രീമൊക്കെ രാവിലെ തന്നെ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാലാണ് ഐസിങ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് കുക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബേക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇനി ക്രിസ്മസിൻ്റെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ലഞ്ചൊക്കെ കഴിക്കാട്ടോ നമുക്ക്. നമ്മൾ ക്രിസ്മസിൻ്റെ ലഞ്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ടൊക്കെ ചേട്ടാ ഐറ്റംസ് ചിക്കൻ 65, ബീഫ് വരട്ടിയത്, ചിക്കൻ കറി, റോസ്റ്റ്, മീൻകറി, സർലാസ്, അച്ചാറ്, പൈനാപ്പിള്, സലാഡ്. നമ്മൾ കഴിക്കാൻ പോവാട്ടോ. അപ്പോൾ ഹാപ്പി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറും. നമ്മുടെ ആൺകുട്ടി ഉറങ്ങി. അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാ. അമ്മ വായോ ചോറുണ്ണ ലഞ്ച് കഴിക്കട്ടെ. ലഞ്ച് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി. നൈറ്റ് എന്തായാലും വീട്ടിൽ പോകണം. അപ്പോഴേക്കും പാത്രങ്ങളൊക്കെ കഴുകി നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്തു, കിച്ചൺ ക്ലീൻ ചെയ്തു. പിന്നെ തുണികൾ കൊണ്ടിടാനൊക്കെ ഉണ്ടായിരുന്നു. അത് അമ്മൂസ് ഇട്ടൊക്കെ തന്നു കേട്ടോ. പിന്നെ അവൾ ഐസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ള കേക്ക് ഉണ്ടല്ലോ, അത് ഐസിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ കിച്ചൺ ക്ലീനിങ്ങിലാണ് കേട്ടോ. കുറേയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് അല്ലറ ചില്ലറ കേക്കിൻ്റെ ഡെക്കറേഷൻ ചെയ്യുന്ന ആ ഒരു പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല കുറച്ച്. അപ്പോൾ അതൊക്കെ ഉണ്ട് കേട്ടോ കഴുകാനൊക്കെ. അപ്പോൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ രസം. അതിൻ്റെ പാത്രങ്ങൾ കഴുകിയെടുക്കാനാണ് പാട്. ബട്ടറും മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് കുറേ പാത്രങ്ങളുണ്ടാവും കഴുകാൻ. പിന്നെ നൈറ്റായിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 7:30 ആയപ്പോഴാണ് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആവാൻ പറ്റിയത്. അപ്പോഴാണ് ഇത് മണ്ണമ്പട്ട പള്ളിയാണ് കേട്ടോ. അവിടെ നല്ല ലൈറ്റ്സും കാര്യങ്ങളായിരുന്നു. ഇനി ബാക്കിയുള്ളത് നമുക്ക് വഴിയെ കാണാം. സമയം 7:30 നമ്മള് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ കേക്ക് നോക്കിയോ, കേക്ക് ഒലിച്ചു തുടങ്ങി. നല്ല സ്പീഡിലാട്ട പോണോ നമ്മള്. കേക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണം. പിന്നെ നമ്മളെ പള്ളിയില് പുൽക്കൂട് കാണാൻ പോവും. ആദ്യം തന്നെ വേലിപ്പാടം പള്ളിയിലേക്കാണ് കേട്ടോ പോണേ. യൗസപിതാവിന്റെ പള്ളിയില് വേലിപ്പാടം തീർത്ഥാടന കേന്ദ്രം കൂടിയാ. അങ്ങോട്ടാണ് കേട്ടോ നമ്മള് പോണത് ആദ്യം. ഇപ്പൊ നമ്മള് വരാക്കര അമ്പലല്ലേ, അവിടെ എത്താറായിട്ടുണ്ട്. പുളിഞ്ചോട്, അതിന് മുന്നേ പുളിഞ്ചോട് എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് ഉണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ വരാക്കര അമ്പലം എത്തിയിട്ടുണ്ട് കേട്ടാ. എനിക്ക് കാണിച്ചു കൊടുക്കണ്ടേ അമ്പലം? ഇതാണിട്ട വരാക്കര അമ്പലം. അടുത്തത് പള്ളിക്കുന്ന് പള്ളി. നമ്മള് കുന്ന് കയറിക്കൊണ്ടിരിക്കുക. കണ്ട മാലവെളുപ്പൊക്കെ കണ്ട, അതാണ് നമ്മുടെ പള്ളി. പള്ളിക്കുന്ന് പള്ളി, പുതുക്കാട് പള്ളി പിന്നെ ഓൾറെഡി കണ്ടുല്ലോ. അയ്യോ നമ്മള് വേലിപ്പാടം പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് വേലിപ്പാടം പള്ളി.
എനിക്കിഷ്ടായിട്ടാ ബോള് സൂപ്പറായിട്ടല്ല ബോള് അത് ഇങ്ങനെ വെള്ളം തട്ടുമ്പോ പുല്ല് സൂപ്പറായിട്ടല്ലേ. ഇവിടെ കാട്ടിലൊക്കെ പുല്ലാൻ തോന്നുന്നുണ്ട് കേട്ടാ, പഞ്ഞി പോലെ ഇരിക്കണേ. അറ്റത്തന്നെ കേട്ടാ പുൽക്കൂട് കണ്ട, അവിടെ ഉണ്ണീശോയും പിതാവും മറിയും കാണാനുണ്ട്. ഇതാണ് പുൽക്കൂട് കേട്ടാ. ഒരു സാന്താപ്പൂപ്പൻ മറ്റേ കടൽ തീരത്ത് കിടക്കണോണം കിടക്കുന്നുണ്ട് കണ്ട. ഇതാണ് കേട്ടോ പിതാപാത എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വന്നാണ്. കൊറേ സാധനം ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മുടെ സ്ഥലത്തിട്ട പള്ളിക്കുന്നാണ് എൻ്റെ വീട്. അപ്പോൾ അവിടുത്തെ പള്ളിയാണ് കേട്ടത്. അവിടുത്തെ ലൈറ്റ്സും അറേഞ്ച്മെൻറ്റും പുൽക്കൂടൊക്കെ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം നമുക്ക്. നമ്മൾ വേലിപ്പാടത്തേക്ക് പോണതിന് മുന്നേ വീട്ടിൽ കയറി കേക്കൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ്. അപ്പോൾ അമ്മേനെയും കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട്. അപ്പം അമ്മേനെ കൊണ്ടുപോകാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അമ്മയുടെ അമ്മ വീട്ടിലുണ്ടായിരുന്നു, വയസ്സായതാണ്. അപ്പോൾ അമ്മയുടെ ആങ്ങളുടെ വീട്ടിലായിരുന്നു അമ്മ. അവർക്ക് അർജൻറ്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട കാരണം അമ്മാമ്മേനെ അവിടെ കൊണ്ടുവന്നാക്കി കാരണം അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതൊന്നും കാണിച്ചു കൊടുക്കാൻ അമ്മയ്ക്ക് പറ്റില്ല. അമ്മ ഇനി വീഡിയോ വരുമ്പോഴായിരിക്കും ഈ ലൈറ്റ്സും കാര്യങ്ങളും ഓരോ പള്ളികളിലെ ഇതൊക്കെ കാണാൻ പോണത് കേട്ടോ. എല്ലാ പ്രാവശ്യവും അമ്മേനെ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ, പറ്റണ സമയത്തൊക്കെ. ഈ പ്രാവശ്യം അതിന് പറ്റിയില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേക്ക് പ്ലേറ്റ് എടുക്കൂ. അമ്മൂസ ഡ്രസ് കാണിച്ചടി, അതിനീറ്റുന്ന ഇതൊക്കെ അമ്മുൻ്റെ വർക്കാണ് കേട്ടാ. എങ്ങനെയുണ്ട് അമ്മു? എങ്ങനെയുണ്ട് അമ്മൂന്ന്? ആമിക്കുട്ടിയുടെയും അമ്മൂസ് എന്ത് ചെയ്തെടുത്തുന്നാടി പറയാ, എനിക്കറിയില്ല കേട്ടാ. അങ്ങനെ എന്തോ സംഭവം.
അനിയുണ്ട് ഇല്ല ഇവിടെ അനിയുണ്ട് അച്ഛൻ റെഡ് വെൽവെറ്റ് ചിരിയും കളിയും നോക്കണ്ട കേട്ടാ നൈറ്റായപ്പോഴേക്കും എനിക്ക് നല്ല അമ്പട പനിയായി ചേട്ടൻ്റെ ഞങ്ങളെ കൊണ്ടുവന്നാക്കി ചേട്ടൻ അമ്മൂസും പോന്നു അമ്മൂസിന് ഒരു കോഴ്സ് ഉണ്ടായിരുന്നു വെക്കേഷനിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ പോന്നു കേട്ടോ പപ്പയുടെ കൂടെ അപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന് ബിരിയാണിയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ദം ബിരിയാണി ശരിയാക്കിയതാട്ടാ കുറച്ച് തല പൊന്തിപ്പോൾ പിന്നെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് 2 ദിവസം നല്ല റെസ്റ്റ് കിട്ടിയിട്ടാ ഒരു പണിയും എടുക്കേണ്ടി വന്നില്ല അമ്മയുണ്ട് അനിയത്തിയുണ്ട് അപ്പോൾ ആമിക്കുട്ടിയുടെ കാര്യമൊക്കെ അനിയത്തി അമ്മയാണ് കേട്ടോ ചെയ്തത് ഫുൾ റെസ്റ്റ് ആയിരുന്നു എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ബോഡി എത്രമാത്രം റെസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു റെസ്റ്റ് 2 ദിവസത്തെ റെസ്റ്റ് കിട്ടിയപ്പോൾ എൻ്റെ ബോഡി ഓക്കെ ആയി ഒരുപാട് എന്നിട്ട് പണികളൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ഒരു റെസ്റ്റൊക്കെ കിട്ടിയപ്പോഴേ ഭയങ്കര സുഖം അപ്പോഴെനിക്ക് ആ ഫീലിങ്സ് മനസ്സിലായി കേട്ടോ എൻ്റെ ബോഡിയും ഒരു കുറച്ച് റെസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു റെസ്റ്റ് ഇല്ലാണ്ട് ഇങ്ങനെ ഓടി നടന്ന കാരണം തോന്നുന്നുണ്ട് ബോഡി ഒന്ന് പ്രതികരിച്ചത് അതുകൊണ്ട് പനിയുടെ രൂപത്തിൽ ഇപ്പോഴും ത്രോട്ടിൽ ചെറിയൊരു വേദനയൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും വലിയ കുഴപ്പമില്ല മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ നേരത്തെ കണ്ടത് എൻ്റെ വീട്ടിലെ പുൽക്കൂടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നൈറ്റിലെ വ്യൂ അങ്ങനെ വീട്ടിലെ വിശേഷങ്ങളും വീട്ടിലെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് 2 ദിവസത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്വന്തം വീട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വ്ളോഗിലൊക്കെ നമുക്ക് കാണാം അപ്പോൾ ശരി കേട്ടോ ഓക്കെ ബൈ താങ്ക് യു